ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിപ്പോൾ ഇതേ മാർക്ക് ആൻഡ് സേവിലാണുള്ളത്. വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ചധികം പർച്ചേസിങ് ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മളിപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്പെഷ്യൽ ആൻഡ് ഇമോഷണൽ ഒരു വ്ളോഗാണ്. കാരണം നമ്മൾ അബുദാബിയിൽ നിന്ന് പോവുകയാണ് ഗായ്സ്. അപ്പം നമ്മൾ പോകുന്നതിൻ്റെ മുമ്പ് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോവുക മീൻസ് നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ വേറൊരു പ്ലേസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതെവിടെയാണ് എങ്ങോട്ടാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതേ എൻ്റെ മൽക്ക് അവിടെ എത്തിയതും എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇതേ നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ റൂമിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, വല്ലാത്ത ഇടങ്ങേറ് പിടിച്ചൊരു പണിയാണ്. അങ്ങനെ ഇതേ നമ്മൾ ഫൈനലി ഇതേ നമ്മുടെ കാൽദിയനോട് ഗുഡ് ബൈ പറയുകയാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഞാനൊരു 3 months 4 months ആയിട്ടുള്ളൂ അവിടെ നിന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു പ്ലേസിനോട്. അപ്പം നമുക്ക് പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് മൂവ് ആവുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പോകുന്നത് ഇപ്പം അല്ലൈനിലോട്ടാണ്. അപ്പം നമ്മൾ അല്ലൈനിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മളെ മൽക്കയും ഞാനും എല്ലാവരും ഭയങ്കര ടയേർഡാണ്. പിന്നെ മൽക്കൊക്കെ പിന്നെ പാട്ടൊക്കെ കിട്ടിയാൽ മതി, അവൾ കുറച്ച് ടയേർഡാണെങ്കിലും അവൾ അങ്ങ് ആക്റ്റീവ് ആയിക്കോളും. അങ്ങനെ ഞങ്ങളുടെ ലോങ് ജേർണി തുടരുകയാണ് അബുദാബി ടു അല്ലൈൻ. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ഡ്രൈവ് നമ്മളിതേ അല്ലൈനെത്തിയിരിക്കുകയാണ്. എത്തിയതും നമ്മളെല്ലാവരും നല്ല ടയേർഡായിരുന്നു. 2-3 ദിവസമായിട്ട് ഈ ഷിഫ്റ്റിങ്ങിൻ്റെ പുറകെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ടയേർഡായിരുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ ഡിന്നർ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചമാങ്ങ റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയത്. നമ്മുടെ വില്ലൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റാണിത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വില്ലയിലൊക്കെയാണ് മാറുന്നത്. ഇത്രയും കാലം നമ്മൾ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ എനിക്കൊന്നും കൂടി ബെറ്റർ ആയിട്ട് ഇപ്പോൾ ഒരു വില്ലയിലോട്ട് മാറണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി. കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവർക്ക് പുറത്തിറങ്ങാനും എല്ലാം ഒന്നും കൂടി ബെറ്റർ ആവുക വില്ലായിരിക്കും. അപ്പം നമ്മൾ പിന്നെ നേരെ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. ഇതെന്താ മോളെ മക്കുവിൻ്റെ ഇവിടെ അപ്പൊ അതോ ചുന്നിങ്ങാല്ലേ നമ്മൾ രണ്ടുപേരും. അങ്ങനെ നമ്മൾ അവിടുന്ന് നല്ല വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു. കാരണം നല്ല വിശപ്പായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് സമാധാനമായി. അതിൻ്റെ ശേഷം നമ്മൾ നേരെ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഒരു ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഈ ഒരു ടൈപ്പ് ഓഫ് ഐസ്ക്രീം വാങ്ങിക്കാറുണ്ട്. ഇതിൻ്റെ സ്ട്രോബെറി ആയിരുന്നു ഇതിന് മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. മാംഗോൻ്റെത് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കഴിച്ചത്. പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. 5 dirhams അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വില്ലയിലെത്തിയിരിക്കുകയാണ്. വില്ലയിലെത്തിയതും കാര്യമായിട്ട് നമ്മളൊന്നും ഇവിടെ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് ഇവിടെ ലോഡ് ചെയ്ത് ഇറക്കി വെച്ചെന്നുള്ളൂ. പിന്നെ ജസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിതിന് മുമ്പ് തന്നെ. അപ്പം നേരെ ഉറങ്ങാമെന്നുള്ള പ്ലാനാണ്. കാരണം ഓൾമോസ്റ്റ് ഇപ്പം തന്നെ 1 AM ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ടയേർഡായിരുന്നു. ഇഷ്ടം കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു ആണോ പറയാ? അയ്യേ, ഇഷ്ടമായ ഐ ലവ് യു പറയാ. ഐ ലവ് യു മൽക്ക. നോ ഹാപ്പി ബർത്ത്ഡേ ടു യു പറയും. ഹാപ്പി ബർത്ത്ഡേ ടു യു മൽക്ക. ഓക്കേ.